നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വികാസം എന്ന് വേണമെങ്കിൽ പറയുന്നത് കോടതി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യം, രാഷ്ട്രീയം നല്ല വാക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ അത് വളരെ കൃത്യമാണ്. നമ്മൾ നേരത്തെ ഒരിക്കൽ ലൂസ് ടോക്കിലേക്ക് വിഷയം ചർച്ച ചെയ്തതുമാണ്. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇതെന്തിനാണ് കോടതിയുടെ ചില നിരീക്ഷണം, നമുക്ക് അതിലേക്ക് പിന്നീട് കടന്നു വരാം. അത് വളരെ കൃത്യമാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു ചെയ്തതെന്ന് ഇപ്പോൾ എങ്കിലും ഈ ഭരണാധികാരികൾക്ക് മനസ്സിലാക്കി കാണും എന്ന് തോന്നാം. അതെ, ഇപ്പോൾ സാധാരണ ഒരു മുഖ്യമന്ത്രി നിലയിൽ പോയിട്ട് ഇപ്പോൾ അതിശക്തനായിട്ട് തിരിച്ചു വരുന്ന ഒരു അരവിന്ദ് കെജ്രിവാളിനെയാണ് ഇപ്പോൾ കാത്തിക്കുന്നത്. കാരണം ഇനി പ്രത്യേകിച്ച് ഹരിയാന, ഡൽഹി, പഞ്ചാബൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അതിന് ഇപ്പോൾ ഇനി ഏറ്റവും വലിയ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പ്രചരണത്തിലൊക്കെ ഏർപ്പെടാം. അതൊരു വലിയ ഹൈലൈറ്റ് ആയിട്ട് ആം ആദ്മിക്ക് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിനൊക്കെ തന്നെ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതിനൊക്കെ ഒരു വഴിതെളിച്ച് കൊടുത്ത ഏറ്റവും വലിയ എനിക്കൊന്ന് ഈ BJP സർക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഈ പ്രചരണ ആയുധമൊക്കെ ആക്കിയിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ തുറന്നടിച്ച് എല്ലാവർക്കും തക്ക ഒരു മറുപടിയാണ് വരാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു മണ്ടത്തരമായി പോയി ഈ ഒരു രീതി. കാരണം കുറച്ച് സംയമനത്തോടെ ഇതൊക്കെ നമ്മൾ അന്ന് പറഞ്ഞാൽ ഇതൊരു അബദ്ധമാണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളത്. കാരണം തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് അത് കോടതി ചോദിച്ചിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് കേസ് 1.5 വർഷം മുമ്പുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തിന് എന്തിനാണ് പിടിച്ചകത്തിട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ച് കൗണ്ടറാവും. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നുമില്ല. എല്ലാവരും സാധാരണ സാമാന്യ നല്ല വിവരമുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അവരത് ചിന്തിക്കൂലേ. നമ്മുടെ നാട്ടിൽ ഈ കോടതിയേ ഉള്ളൂ അവസാന ആശ്രയം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സുപ്രീം കോടതി നടത്തിയ ഒരുപാട് നിരീക്ഷണങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ആ ED ഇടപെടലൊക്കെ തന്നെ എല്ലാം പിന്നെ സുപ്രീം കോടതി തള്ളിക്കളയായിരുന്നു, പൊളിക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ കേന്ദ്ര സർക്കാർ ഇതൊരു ബന്ധമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും അതൊരു വ്യക്തമാണ്. കാരണം ED ഈ ഒരു സമയത്ത് നിർണായക നീക്കം അവർ പറയുന്നുണ്ട്. 9 തവണ സമൻസ് അയച്ചു എന്നിട്ടും വന്നില്ല ആ രീതിയിൽ. മാത്രമല്ല ഇവിടെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലതവണയും വിളിച്ചിട്ട് ഇത് പോകാത്തത് ആ സമയത്ത് അറസ്റ്റ് ഉണ്ടാവും. വ്യത്യാസമുണ്ട് അതിനകത്ത്. അതെ, ആ സമയത്ത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ 2 വ്യത്യാസമുണ്ട്. അറസ്റ്റ് ചെയ്തപ്പം ചോദ്യങ്ങൾക്കിടയിൽ സംശയാസ്പദമായി അറസ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലാകാം. ഇപ്പൊ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഇമേജ് വന്നിരിക്കുകയാണ്. നേരിട്ട് വന്ന് എല്ലാം ഇപ്പം കീഴടക്കിയാണ് കൊണ്ടുപോയത്. അത് ഒരു ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയി. അവിടെ തന്നെ EDയുടെ ഒരു ചിത്രം ഏകദേശം ആൾക്കാർക്കിടയിലൊക്കെ മങ്ങി തുടങ്ങി. ഏകദേശം EDയുടെ ഒരു നടപടിയൊക്കെ തന്നെ വിമർശിച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് ഒരുപാട് തിഹാർ ജയിലിൽ ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായി. ഇപ്പം കൊല്ലാൻ ശ്രമം നടന്നു എന്നുള്ള ആരോപണങ്ങൾ നടന്നു. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പാക്കി. അവിടെ ഇൻസുലിൻ നൽകിയില്ല എന്ന് കൃത്യമായി അദ്ദേഹം കടുത്ത ഡയബറ്റിക് രോഗിയാണ് അദ്ദേഹം. പക്ഷെ അത് ഇൻസുലിൻ നൽകിയില്ല എന്നുള്ളത് പറഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ അവരെ പ്രചരണ ആയുധമാക്കാൻ നിൽക്കുക. ഇപ്പൊ ഇതൊക്കെ നേരിട്ട് വരാം. പക്ഷേ ഇതൊക്കെ പറയാമോ ഇല്ലെന്ന് അറിയാം, പ്രചരണ വിഷയമാക്കുമോ അറിയില്ല. മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇതിനകത്ത് തന്നെ ഡൽഹിയിലെ ജലക്ഷാമത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് നടപടിയൊക്കെ നടത്തി. ഒരുപാട് പദ്ധതികളൊക്കെ നടത്തി അദ്ദേഹം ആളുകളുടെ കയ്യടി നേടുകയും ചെയ്തു. കാരണം ഇപ്പൊ പോയില്ലെങ്കിലും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത അദ്ദേഹത്തെ വലിയൊരു കടന്നുവരവ് നടത്തുകയും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ ഇപ്പം അതിശക്തരായിരിക്കുകയാണ്, അതിശക്തരാക്കി മാറ്റിയെന്ന് പറയാം. കാരണം ഒരു സാധാരണക്കാരൻ പോലും വലുതായി മാറിയൊരു. മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മാസം 25-നാണ് ഡൽഹിയിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 25 7 സീറ്റ് കഴിഞ്ഞ 7 സീറ്റ് BJP നേടിയതാണ്. ഇക്കുറി അങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു വലിയൊരു ഈ രക്തസാക്ഷി ഇമേജായിട്ട് ആണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു താടിയൊക്കെ വെച്ചിട്ട് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ചുകൂടെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം എങ്ങനെയാണെന്ന് അറിയില്ല. കെജ്രിവാളിന്റെ ഒരു രീതി നമുക്ക് എപ്പോഴും അറിയാം. സാധാരണക്കാരൻ്റെ ഒരു ഇമേജ് പിടിച്ചുള്ള രീതിയിൽ അത് ആൾക്കാർക്ക് എനിക്കൊന്നും ഇഷ്ടമായിരുന്നു. കെജ്രിവാൾ എനിക്ക് വന്നിട്ടുള്ളത് BJPക്കാരെക്കാളും കോൺഗ്രസ്സുകാരെക്കാളും വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരനാണെന്നാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളായിരുന്നില്ലെങ്കിൽ പോലും രാഷ്ട്രീയം ഇവരെല്ലാവരെക്കാളും നന്നായി കളിക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് സത്യമാണ്. ഇവിടെ കോടതി പറയുന്നുണ്ട് അദ്ദേഹം ഈ വിഷയം തിരഞ്ഞെടുപ്പ് ഉന്നയിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഉന്നയിക്കേണ്ട, കൂടെയുള്ളവർ ഉന്നയിച്ചാൽ മതിയല്ലോ. അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങൾ പറയാമല്ലോ. കേസുമായി ബന്ധപ്പെട്ട് കേസിൻ്റെ മെറിറ്റിനെ ഇത് ബാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം സമയമായതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മാത്രമല്ല കോടതി പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിയുടെ ഭാരവാഹിയാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ പലരും കരുതിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി പ്രാദേശിക പാർട്ടിയാണെന്നാണ്. അങ്ങനെയല്ല, ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്. ദേശീയ പാർട്ടികൾ അംഗീകാരം അവർക്കുണ്ട്. കാരണം അവർക്ക് അത്രമാത്രം MP-മാരും MLA-മാരും എല്ലാം ഉള്ള ഒരു പാർട്ടിയാണ്. ദേശീയ അംഗീകാരമുണ്ട്. നമ്മുടെ നാട്ടിൽ CPM-നേക്കാളല്ല MLA MB ഒക്കെ ഉള്ള ഒരു പാർട്ടിയല്ലേ ആം ആദ്മി പാർട്ടി. മാത്രമല്ല ഡൽഹിയിൽ കോൺഗ്രസുമായിട്ട് അവർക്ക് ധാരണയുണ്ട്. പക്ഷേ പഞ്ചാബിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. മനസ്സിലായില്ല. അപ്പോൾ അത് ആ ഒരു മേഖല ഒരു കാർഷിക മേഖല ഹരിയാന അതൊക്കെ തന്നെ ഉള്ള അത് വലിയ തോതിൽ പിന്നെ അത് ഇന്ത്യ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് തന്നെ ആദ്യം നമുക്ക് പറയണ്ട. ആം ആദ്മി പാർട്ടി മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് അത് ഗുണം ചെയ്യും.
ഈ ഒരു നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ എപ്പോഴും സെന്റിമെന്റ്സിന് ഏറ്റവും കൂടുതൽ വിലയുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തന്നെ ആളുകളുടെ ഉള്ളിലേക്കാണ്. ഇപ്പൊ ജയിലിൽ കയറുക എന്നുള്ളത് സാധാരണ ഇപ്പം എല്ലാവരും പറയുമ്പോൾ കൊലപാതകളാണ് അങ്ങനെയാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല. സാധാരണ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയക്കാർ കയറുമ്പോൾ കുറച്ചുകൂടെ ഇമേജ് കൂടുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ദിലീപ് വിഷയങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് ഈ രാമലീല കമ്മാര സംഭവം പോലെ സിനിമ അപ്പോഴുള്ള ജനപ്രീതി, കാരണം ആ സിനിമ ആള് കൂടുന്നു. ആ സമയത്ത് പല എന്താ പറയാനാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്തത്, അത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരുന്നു. അതുപോലെയാണ് പല കാര്യങ്ങളുണ്ട്. നമുക്ക് രാഷ്ട്രീയ സിനിമയിലെ രാഷ്ട്രീയം നോക്കുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് തന്നെ എല്ലാം ഈ ജനകീയനായിട്ട് അതുപോലെ വരെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും അവർക്ക് ചുളുവിൽ കിട്ടിയ ഒരു ലോട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒന്നും ചെയ്താൽ മാത്രമല്ല, ഇവിടെ BJP സംബന്ധിച്ച് അവർക്ക് പ്രചാരണ ആയുധമൊക്കെ ഒന്നുമില്ലായിരുന്നു ഇത്തവണ. കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചു കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്യണം. അതിനൊന്ന് അപ്ഡേറ്റഡ് വേർഷനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് വർഗീയത കയറി വന്നു, അത് കൈവിട്ട് പോയ അവസ്ഥ. മാത്രമല്ല അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത് അവര് ഏറ്റവും വലിയ പറയുന്നത് ഈ ഇപ്പൊ നടന്ന 3 ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇത് കുറഞ്ഞു എന്നുള്ളത്. അത് വലിയ രീതിയിലാണ് അത് ചർച്ചയാക്കേണ്ടത്. തീർച്ചയായും ഭരണപ്രദേശങ്ങളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പിന് പോളിംഗ് വലിയ രീതിയിൽ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിലാണ് അവർ ആശങ്കയോടെ നോക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്നാണ് പ്രതിപക്ഷം ഇതിനെ കുറിച്ച് പറയുന്നത്. ഈ സമയത്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു മാസ് എൻട്രി ഉണ്ടാവുന്നത്. അത് സംബന്ധിച്ചപ്പോൾ എല്ലാം കൊണ്ടും BJP ആദ്യം കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം ഉൾട്ടയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അവരെ പ്രതീക്ഷിച്ചു. കാരണം തുടക്കത്തിൽ സർവേകളിലൂടെയും മാത്രമല്ല ഓവർ കോൺഫിഡൻസും എല്ലാം കൊണ്ടും തന്നെ BJP ഒരു തരംഗം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നത്. ഇപ്പൊ ജനങ്ങളുടെ ഒരു നേരത്തെ പറയുന്നുണ്ട് ജനവിരുദ്ധമാണെന്ന് ഇവർ പറയുന്നതിൽ കണക്കുകൾ നോക്കുമ്പോൾ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നിയേക്കാം. എപ്പോഴൊക്കെയാണ് ഈ പോളിംഗ് കുറയുന്നത്, അപ്പോൾ ഭരണവിരുദ്ധമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അതങ്ങനെ അല്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഈ ഒരു വിശകലനം ചെയ്യുന്ന ആൾക്കാർ പറയുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ആം ആദ്മി പാർട്ടി ഒരു മധ്യവർത്തി സമൂഹത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി. ഇപ്പോൾ പഞ്ചാബ് പോലെ ഒരു വലിയൊരു കാർഷിക സാധ്യതയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖല ഒരുപാടുള്ള ഒരു സംസ്ഥാനത്ത് വരെ അവർക്ക് അധികാരം കിട്ടിയെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന നമുക്ക് അധികാരം കിട്ടുമ്പോൾ നമ്മൾ രാഷ്ട്രീയ എതിരാളികളെ പിടിച്ച് ജയിലിടുന്നതിൻ്റെ പ്രശ്നം ഇത് പാകിസ്ഥാനിലൊക്കെ സ്ഥിരം സംഭവിക്കുന്നതാണ്. പക്ഷേ ഇന്ത്യയിലൊന്നും അങ്ങനെ സംഭവിക്കുന്നതല്ല. സംഭവിച്ചതെല്ലാം അവസാനം നേരത്തെ പറഞ്ഞാൽ ഓൾട്ടായി തിരിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണം ഇന്ദിരാഗാന്ധിയാണ്. നമ്മൾ മുമ്പൊരിക്കൽ ലൂസ് ടോക്കിൽ കാര്യം പറഞ്ഞാണ്, ആവർത്തനമാണെങ്കിൽ ക്ഷമിക്കുക. 77 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ഭരണത്തിൽ നിന്ന് പുറത്താവുന്നു, അവർ ഇലക്ഷന് തോക്കുന്നു, അവർ സഞ്ജയ് ഗാന്ധി എല്ലാം തോക്കുന്നു, അത് കഴിഞ്ഞ് ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നു. പിന്നീട് അങ്ങോട്ട് ഇന്ദിരാഗാന്ധിയുടെ പേര് ഏതാണ്ട് ഇതിൻ്റെ വേറൊരു പതിപ്പായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവരുടെ പേര് കേസെടുക്കുന്നു, ജസ്റ്റിസ് ഷാ കമ്മീഷൻ വെച്ച് അവരെ വിചാരണ നടത്തുന്നു. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പക്ഷേ ഇന്ദിരാഗാന്ധി വളരെ ബുദ്ധിമതിയായ രാഷ്ട്രീയക്കാരിയെന്നുള്ള നിലയിൽ അവരിത് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചു. അവർ പോലീസ് അറസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു കലങ്കിൽ കയറിയിരിക്കുന്ന ചിത്രമുണ്ട്, വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. റെയിൽ ക്രോസിലാണത്. ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി അതേമാതിരി ഇറങ്ങിയ ഒരു കലങ്കിൽ ഇരിക്കുന്നു. പിന്നെ ബീഹാറിൽ വെള്ളപ്പൊക്കം നടന്നപ്പോൾ അന്ന് അവർ ആരും അല്ലല്ലോ, അപ്പം അവിടെ അവർ സന്ദർശിക്കാൻ പോകുന്നു. അവിടെ ചെന്നപ്പം ഈ പുഴ കവിഞ്ഞൊക്കെ ഒഴുകി അങ്ങോട്ട് പോകാൻ നിർവാഹമില്ല. അപ്പോൾ ഒരു ആനയും കൊണ്ടുവരുന്നുണ്ട്. ഇതിനകത്ത് ആനപ്പുറത്ത് കയറി അവിടെ പോയി. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ അന്ന് ടെലിവിഷന് ഇത്രയും ദൂരദർശനയാകെ ഉള്ളൂ, ഇന്നത്തെ പോലത്തെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പക്ഷേ എന്നിട്ട് പോലും അതൊക്കെ ഭയങ്കര സംഭവങ്ങളായി മാറുകയും 1980 ഇന്ദിരാഗാന്ധി ഭൂരിപക്ഷത്തിൽ അധികാരം തിരിച്ചെത്തുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇവരെ എന്തുമാത്രം അന്ന് ജനതാ സർക്കാർ ടോർച്ചർ ചെയ്തോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ അത് കൊണ്ട് തിരിച്ചു. ഈ ആളുകളുടെ മനസ്സിലേക്ക് അതാണത്. അതെ, ഏറ്റവും കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് PR എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് മുടി കോതുന്ന സ്റ്റൈൽ വരെ മാറ്റിപ്പോയ ആളുകളുടെ ചിലപ്പോൾ, കാരണം അങ്ങനെയാണ് സിനിമ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു സിനിമയിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് സാധാരണ ഒരു പാൻറ് ഷർട്ട് വിട്ട് കഴുത്തിലൊരു ഷോൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് സാധാരണക്കാരുടെ ഇമേജിലേക്ക് ഇടിച്ചു. നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു നേതാവായി അദ്ദേഹം അവതരിപ്പിക്കപ്പെട്ടു. എന്തായാലും ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് പോലെന്ന് കോടതി പറഞ്ഞിട്ട് ചിലപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അത് നടക്കട്ടെ. കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇത്തരം അഴിമതി നടത്തിയിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇതുപോലെ ഒരു വളരെ ജനകീയനായി മാറി ഒരാളെ പിടിച്ച് പെട്ടെന്ന് ജയിലിടുമ്പോൾ അത് പ്രശ്നമാണ്. പക്ഷേ ജാർഖണ്ഡ് പോലെ സംസ്ഥാനങ്ങളൊക്കെ അറിയാം, അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും പേരിൽ ഒരുപാട് കേസും കുസ്തിയൊക്കെ ഉണ്ട്. അവരെ പിടിച്ച് ജയിലിടുമ്പോൾ ആൾക്ക് അത്രയും ഒരു ഫീലിംഗ് വരില്ല. പക്ഷേ ഇവിടെ അതല്ല. ഡൽഹിയിലാവുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെയാണ് നടപ്പിലാക്കിയ ഒരു ഭരണാധികാരി കൂടിയാണല്ലോ. സ്ത്രീകൾക്കുള്ള യാത്ര ബന്ധപ്പെട്ട് കറണ്ട് ചാർജ് അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവർ വളരെ ഭംഗിയായ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അവർക്ക് പഞ്ചാബിലും അവർക്ക് അടുത്ത് കിടക്കുന്ന പഞ്ചാബിലും അവർക്ക് കൂടുതൽ ഭരണം കിട്ടാനും അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാനും ഒക്കെ സഹായമായത്. അതെ. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ശക്തമാക്കും എന്നാണ് ഉറപ്പ് വരുന്നത്. കാരണം അവരുടെ ഒരു രീതി ഇപ്പോൾ കുറച്ചുകൂടെ ജനകീയമായിട്ടുണ്ട്. അപ്പോൾ അവർക്കിനി കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ വരാൻ പോവുകയാണ്. അപ്പൊ അവിടെയൊക്കെ കെജ്രിവാളിന്റെ ഒരു ഇമേജ് ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെയാണ്. അവിടെയൊക്കെ ഇനി അവർക്ക് ഉത്തരേന്ത്യയിൽ അവർക്ക് ഇനി ഒന്നും അധികം ചെയ്യേണ്ടതില്ല. ഓൾറെഡി ഇപ്പം
ഇതായിരിക്കും. ഇനി ഇപ്പൊ ഇതിനെതിരെ BJP എന്ത് പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല പഴയ പോലെ ഒന്ന് അത് വർക്കാവുമെന്ന് തോന്നുന്നില്ല. കാരണം എന്ത് വന്നാലും ചിലപ്പോൾ ഉൾട്ടയായിട്ട് വരാൻ ചാൻസ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ തീരുമാനിക്കുന്നത് കുറച്ചുകൂടെ മൗനം പാലിക്കാം. കാരണം ഇപ്പം മൗനം പാലിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ത് പറഞ്ഞാലും ചിലപ്പോൾ തിരിച്ചടിക്കാനാണ് സാധ്യത. അല്ല, അതാണ് ബുദ്ധി, അതാണ് നല്ലത്. ഈ പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു പെട്ടെന്ന് നേട്ടം ഉണ്ടായപ്പോൾ ഉള്ള ഒരു പെട്ടെന്ന് ഉണ്ടായ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞില്ല. മമതാ ബാനർജിയാണ് ആദ്യം പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ. ഇത് നന്നായി കൊള്ളാം, ഇത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞു. കാരണം ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മമതയാണെങ്കിൽ പോലും മമത ഒന്ന് ഇടഞ്ഞു നിൽക്കുന്ന രീതിയിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ മമത ഈ പറഞ്ഞ പോലെ വളരെ എന്താണ് തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരിയാണ്. അവർക്ക് അറിയാം ഒരു അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ളത്. ഇനി ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷി എന്നതിനെ അവർ നയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കാരണം അവർക്കത് സാധിക്കും. ഒരു പക്ഷേ ഭരണം തന്നെ പിടിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിക്കാൻ ചിലപ്പോൾ അവരെ പ്രേരിപ്പിക്കാം. ഇത് നിലനിൽപ്പിന് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുള്ളൂ. ഇത്രയും ദിവസം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ വലിയ കഷ്ടമാണ് അവരെ അവസ്ഥ. ബാക്കി ഉള്ള ഈ പ്രാദേശിക പാർട്ടികൾ ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു വളരെ ഒരു നല്ലൊരു ശ്രദ്ധേയമായൊരു കാര്യം എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്, കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലമായിട്ടുണ്ടോ അവിടെയെല്ലാം ഈ ആം ആദ്മി പാർട്ടിക്കാരെ പറ്റിയിട്ടുള്ളത്. സത്യമാണ്. ഡൽഹി ഏറ്റവും ഉദാഹരണം ഡൽഹി തന്നെയാണ്. ഡൽഹിയിൽ ഷീലാ ദീക്ഷിതൊക്കെ കോൺഗ്രസ് എത്ര കാലം ഡൽഹി ഭരിച്ചാണ് പോയി, അവിടെ കൃത്യം വന്നു. പഞ്ചാബിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരുപക്ഷെ നാളെ ഇന്ത്യ മുന്നണിക്ക് അധികാരം കിട്ടിയെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കോൺഗ്രസ് നിന്ന് BJP പോകുന്ന പോലെ ആയിരിക്കും നാളെ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയിലേക്ക് പല ആളിലും പോകും. എനിക്കും പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ തരുന്നത്. അപ്പം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇടതുപക്ഷം ഇവർ രണ്ടുപേരിൽ അല്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒരുപക്ഷെ എനിക്കൊന്ന് കുറച്ചുകൂടെ പ്രവർത്തനം ശക്തമാക്കിയിരുന്നില്ല. അവനൊക്കെ അതിനുള്ളൊരു ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ആം ആദ്മി ഒരുപക്ഷെ കേരളത്തിൽ വന്നത്. കാരണം ഡൽഹിയെ പോലെ തന്നെ നമുക്ക് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല. കാരണം അവരിപ്പോൾ മാറി ചിന്തിക്കുകയാണ്. മൂന്നാമതാര് ഇപ്പം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, കോൺഗ്രസും കണക്ക് ഇടതും കണക്ക് നമുക്ക് വേറെ ആർക്ക് ചെയ്യാൻ പറ്റും? ആ ഒരു ഓപ്ഷൻ ഇല്ല. ആ ഒരു അവസ്ഥയാണ്. അതേപോലെയാണ് ഇവിടെ ഡൽഹിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പഞ്ചാബിലൊക്കെ ഈ ചരിത്രപരമായ മാറ്റം ഉണ്ടായത് തന്നെ അതിന്റെ ചുവട് പിടിച്ചാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരിപ്പം നോക്കുന്നത് മാത്രമല്ല ഈ BJP സംബന്ധിച്ച് കുറച്ചുകൂടെ റൂട്ടുകളുണ്ട്. അവർക്ക് റൂട്ടുകളുള്ള എവിടെയും പ്രശ്നങ്ങളുണ്ടാകും. കാരണം എല്ലാവരും നല്ലവരാവണമെന്നില്ല. അത് തന്നെയാണ് കുറച്ച് ഇവിടെ നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയർ ആണ്, സർഫസ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടെ നിഷ്കളങ്കമാണ്. എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ചാൻസുകൾ കൊടുക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പം അറസ്റ്റും നടന്നത്. അതുപോലെ തന്നെ വീണ്ടും രാജകീയമായ ഒരു 50 ദിവസം ജയിലിൽ കിടന്നു. ഞാനും പിന്നീട് ആലോചിച്ച 50 ദിവസം ആയല്ലോ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് ഈയിടെ കഴിഞ്ഞതുപോലെ തോന്നി. മാർച്ച് 13 ആയിരുന്നു. അതെ, തീയതി ഞാൻ മറന്നു. പക്ഷേ 50 ദിവസം കിടന്നു. ഇനി 21 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടുള്ളത്. കോടതി 21 ദിവസമല്ലേ ഉള്ളൂ. മാത്രമല്ല കോടതി നടത്തി മറ്റൊരു നിരീക്ഷണം, ഇദ്ദേഹം അങ്ങനെ ഒരു ക്രിമിനലൊന്നും അല്ല എന്നുള്ളതാണ്. അതെ, മനസ്സിലായി. ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി, ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഒരു സംസ്ഥാനത്തെ ഭരണാധികാരിയാണ്. ഒരു ദേശീയ പാർട്ടിയുടെ പിന്നെ പ്രധാന ഭാരവാഹിയാണ്, അതിൻ്റെ മുഖ്യ ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിഷയം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ BJPക്ക് സംഭവിച്ച ഒരു പ്രശ്നം ഇപ്പോൾ NCPയിൽ അജിത് പവാർ 10,000 കോടി ക്രമക്കേട് നടത്തിയെന്നൊക്കെ നേരത്തെ ആരോപണം വന്നിട്ട് ഇപ്പുറത്ത് BJP മുന്നിലേക്ക് എത്തിയപ്പോൾ പിന്നെ അയാൾ പ്രശ്നമില്ലാതായി. അതുപോലെ ഇത്ര പ്രബലപ്പെട്ടാലും അങ്ങനെ ഒരുപാട് പ്രബലപ്പെട്ടതിൻ്റെ പേരുള്ള പഴയ വിമാന കേസെല്ലാം എഴുതിത്തള്ളി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളത് ഒന്ന് തുലാസിൽ വെച്ച് നോക്കും. അത് BJP കാണിച്ചൊരു അബദ്ധമാണെന്നാണ് എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത്. അവരുടെ ഒരു എന്താണ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്ന അവരുടെ ബൗദ്ധിക വിഭാഗത്തിൽപ്പെട്ട ആൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അത്. അതെ, ഇവരിങ്ങനെ ഒരു നടപടി വന്നപ്പോൾ ഇവര് ചിന്തിച്ചില്ല. കാരണം അവരുടെ ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി നമ്മൾ എന്തൊക്കെ എതിർത്താലും ശരി തന്നെ നമ്മുടെ ഒരു നാഥനാണ്. അപ്പം പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വിളിച്ചു പോയി, സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. മാത്രമല്ല നമുക്ക് നാഥനില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് കാര്യമായിട്ട് ബാധിക്കും. തീർച്ചയായും. എന്നിട്ടും അരവിന്ദ് കെജ്രിവാൾ അവിടെയാണ് വിജയിച്ചത്. കാരണം അവരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി. ഇങ്ങനെ അരവിന്ദ് കെജ്രിവാൾ പോകുമ്പോൾ ഡൽഹി അടക്കമുള്ളത് കൂപ്പുകുത്തുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരങ്ങളിലൊക്കെ ഒരു ഭരണമെല്ലാം തന്നെ കയ്യിൽ നിന്ന് പോകുന്നു, ആകെ പ്രശ്നങ്ങളാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. അവർ കൃത്യമായിട്ട് അവർ ഏകോപിപ്പിച്ചു. ജയിലിനകത്തിരുന്ന് തന്നെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. അതാണ് ഇവിടെ മറ്റൊരു വഴിത്തിരിവായത്. അതൊക്കെയാണ് അവരെ കൂടുതൽ ശക്തനാക്കി തിരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമ്മുടെ കാര്യം ഇപ്പോൾ കെജ്രിവാൾ ജയിലിലാകുന്നു, പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാവുന്നു, അധികാരം ഭരണം പോകുമെന്നൊക്കെ വരുന്നു. അപ്പോൾ ഈ നേതാക്കന്മാർ കൂട്ടത്തോടുകൂടി പാർട്ടി വിട്ട് വേറെ വല്ല BJPയിലൊക്കെ പോയി ചേരുമെന്ന് കരുതി ആരും പോയില്ല. എല്ലാവരും അവിടെ തന്നെ ഉറച്ച് നിൽക്കുക. അവരെ കൃത്യമായിട്ട് അതിൽ എനിക്ക് വന്നിട്ടുള്ളത് ഇവരെ സംബന്ധിച്ച് ഇദ്ദേഹം നല്ല പ്രൊഫഷണലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ, ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാം കൃത്യമായി അവർ അത് ചെയ്തു വെച്ചിരുന്നു. പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു അവർ പെട്ടെന്ന് നോർമലി പെട്ടെന്ന് പാനിക്കായി പോകും ചിലപ്പോൾ ഇങ്ങനൊരു അവസ്ഥ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാതെ വളരെ കൃത്യമായി കാര്യങ്ങളത് ചെയ്തു എന്നുള്ളത്, ചെയ്തു വെച്ചിട്ട് പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഏതായാലും ഇനി കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ അദ്ദേഹം പിന്നീട് ഈ ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും അദ്ദേഹം പല സംസ്ഥാനങ്ങളിലും പോയി പ്രചരണം നടത്തുമായിരിക്കാം. കാരണം ഇനി കുറച്ച് സമയമേ ഉള്ളൂ, മനസ്സിലല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് NDA സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നമ്മൾ ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് കാരണം ജനാധിപത്യം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം. അല്ല നമ്മൾ ഇത് രാഷ്ട്രീയ എതിരാളികളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ച ഇന്ദിരാഗാന്ധിയുടെ കൊണ്ടായ അതേ കാര്യം ഇവിടെ സംഭവിക്കും. അതെ, ഇവിടെ നമ്മൾ നേരത്തെ പറയേണ്ട സ്വാധീനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു കയ്യൂക്കിന്റെ പേരിലൊക്കെ എത്ര കാലമായാലും ജനങ്ങളിപ്പം അങ്ങനെ നിൽക്കില്ല, അടിയറവ് പറഞ്ഞ് നിൽക്കില്ല. അവർക്കൊക്കെ തന്നെ മനസ്സിലാവും. കാരണം ആ ഒരു നമുക്കറിയാം BJPയുടെ ഒരു രീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാഷകളിൽ പോലും ഒരു ഓവർ കോൺഫിഡൻസ് ആണോ അല്ലെങ്കിൽ ഒരു ആജ്ഞാപിക്കലാണോ അങ്ങനെ ഒരു തോന്നലൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പലപ്പോഴും. കാരണം അവർക്ക് അവർ തുണയായിട്ട് നിൽക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അത് പലപ്പോഴും നമുക്കിതൊരു പേടിയായിട്ട് വരുന്നു. കാരണം ഇന്ന് നമുക്ക് നല്ലത് തന്നെയാണ്, ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നുള്ളൊരു തരത്തിലുള്ള പേടി വന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആളുകൾ പോലും നമുക്കറിയാം എല്ലാവരും പറയുന്നത് ചൂട് കാരണമാണ്, ഇപ്പോൾ ഉഷ്ണതരംഗം മറ്റതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയുമ്പം ഇവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഭരണവിരുദ്ധ അല്ല. നമ്മുടെ ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിൽ പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 64 മറ്റാണെന്ന് തോന്നുന്നു. ഈ ഇവിടുത്തെ CPI നേതാക്കളെല്ലാം പിടിച്ച് പണ്ട് ജയിലിട്ടു. ചൈന ചാരന്മാർ അങ്ങനെയൊക്കെ പറഞ്ഞ് ജയിലിട്ടല്ലോ. 65 ഇലക്ഷൻ നടന്നപ്പോഴേ ഇവരെല്ലാവരും ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ചു. അന്ന് ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തതുകൊണ്ട് മന്ത്രിസഭ രൂപീകരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ KN എടുത്തൻ തിരുവനന്തപുരത്ത് നമ്മൾ പ്രമുഖനായ CPI നേതാവായിരുന്നു. അപ്പോൾ അന്ന് CPM ഒക്കെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ വളരെ ബുദ്ധിപരമായ കരുക്കൾ നീക്കി ഇവരെ കുടുംബാംഗങ്ങളെ വോട്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ സമ്പത്ത് പിന്നീട് MP ആയ സമ്പത്ത് കൊച്ചുകുട്ടിയാണ്. അപ്പോൾ അവരെല്ലാം ഇറങ്ങി അവരച്ഛന് വേണ്ടി വോട്ട്, ജയിലിൽ കിടക്കുന്ന അച്ഛന് വേണ്ടി വോട്ട് ചോദിച്ചു. അതിൽ ഒരുപാട് പ്രമുഖരായ ആളുകൾ അന്ന് ജയിലിൽ കിടന്ന് വിജയിച്ചിട്ടുണ്ട്. P. ഗോവിന്ദപിള്ള സാറിനെ പോലെയുള്ള വളരെ പ്രമുഖരായ ആളുകൾ മത്സരിച്ച് ജയിച്ചു ജയിലിൽ കിടന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ആ ഒരു ചരിത്രമെങ്കിലും ഇവർ മിനിമം ചിന്തിക്കാനുള്ളതായിരുന്നു. നമ്മൾ പുരാണം പിടിച്ച് ജയിലിൽ ഇടുമ്പോൾ അത് എന്തിരുന്നു, ഇപ്പോൾ അയാൾ കൊലപാതകം ചെയ്തിട്ട് ജയിലിട്ടാൽ ഒക്കെ ആൾ സമ്മതിക്കും. പക്ഷേ ഇത്തരത്തിലൊരു ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ജയിലിൽ പിടിച്ചിടുകയാണ് എന്നുള്ള ധാരണ ജനങ്ങൾക്കിടയിൽ വന്നു പോയാൽ പിന്നെ പ്രശ്നമാണ്. ഇവർ കടുത്ത രീതിയിലുള്ള എതിർപ്പാണ് നടത്തിയത്. അതായത് ഇപ്പം എങ്ങനെ വേണം മറ്റൊരാൾക്ക് നൽകാത്ത രീതിയിലുള്ള, അപ്പം ഇങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ട്, ഗുരുതരമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്താണ് ഇത്ര ഒരു തൊരേണ്ടെന്ന്. ED ഇതുവരെ ഇല്ലാത്ത നിഷ്കാതിയുള്ള രീതിയിലാണ്. അല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കോടതി അക്കാര്യം ചോദിക്കണം. എന്തായാലും നമുക്ക് ഇത് ഈ നമ്മുടെ നാട്ടിലെ നമ്മൾ കുറച്ച് പഴയ ചരിത്രം ഒന്നുകൂടെ പറയാതിരിക്കാൻ കഴിയുകയില്ല. ഇപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി 75. 77 അടിയന്തരാവസ്ഥ തുടർന്നു. ഈ പ്രതിപക്ഷ നിരയിലുള്ള അന്നത്തെ എല്ലാവരെയും പിടിച്ച് ജയിലിട്ടവർ, ജയപ്രകാശ് നാരായണൻ മുതൽ മൊറാർജി ദേശായി തൊട്ട് കേരളത്തിലെ നേതാക്കന്മാർ എല്ലാവരും ഇവർക്ക് ജയിലിൽ കിടക്കുകയാണ്. ദേശീയ തലത്തിൽ വെളിയിലിറങ്ങി ഇന്ദിരാഗാന്ധിക്കെതിരെ സമരം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയായിപ്പോയി. എന്നിട്ട് അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് എല്ലാവരും കൂടെ ചേർന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചിട്ട് ജയപ്രകാശ് നാരായണ അനുഗ്രഹത്തോടുകൂടി വരുന്നു. അവർക്ക് അധികാരം കിട്ടുന്നു ആ ഇലക്ഷന്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളെ ഭയങ്കര ജനാധിപത്യ ബോധമുള്ളവരാണ്. കാരണം അന്ന് മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, മാധ്യമങ്ങൾക്ക് ബലം കിട്ടിയിരുന്നു. പാർട്ടി പത്രങ്ങൾ ദേശാമാനി പോലും ഇന്ദിരാഗാന്ധിക്കെതിരെ വാർത്ത കൊടുക്കാത്തൊരു കാലമായിരുന്നു. അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ ഒന്നും കൊടുക്കാൻ കഴിയില്ലായിരുന്നു. കാര്യം സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. സെൻസർ കണ്ടിട്ട് ഈ വാർത്ത കൊടുക്കാൻ പറ്റുള്ളായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഈ നാട്ടിൽ എന്താണ് നടന്നതെന്ന് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ അധികം അറിഞ്ഞിട്ടില്ല അന്ന്. എന്നിട്ട് പോലും അവർ ബോധവാന്മാരായി ഈ ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധിക്കെതിരെ എല്ലാം വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ഭരണം കിട്ടുകയും 20 ലോക്സഭാ സീറ്റ് ജയിക്കുകയും ചെയ്തത്. മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റ തുന്നം പാടിയില്ലേ. അപ്പോൾ ജനങ്ങളിത് അറിയാതിരുന്നിട്ട് പോലും ഇന്നിപ്പോൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളുണ്ട്, ടെലിവിഷൻ ചാനലുകളുണ്ട്, പത്രങ്ങൾ ഇത്രയൊക്കെ ഉണ്ട്, നമുക്കെല്ലാം അറിയാൻ പറ്റും. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് നടന്ന ക്രൂരതകൾ ആരും അറിയാതിരുന്നിട്ടും ഈ നേതാക്കന്മാർ മുഴുവൻ ജയിലിൽ കിടന്നിട്ടും അടുത്ത ഇലക്ഷൻ നടന്നപ്പോൾ ഇന്ദിരാഗാന്ധി തോറ്റു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്നും എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഈ ഒരു പത്രമാധ്യമ സ്ഥാപനങ്ങളിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെയോ റേഡിയോ വാർത്തകളിലൂടെയൊക്കെ ആയിരിക്കും അറിയാൻ പറ്റുന്നത്. അത് വെച്ചാണ് നമ്മുടെ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇപ്പൊ എന്ത് കാണിച്ചാലും നമ്മുടെ ഒരു ഊഹമുണ്ട്. എന്തൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളോടെ കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ഒരു അതാണ് രാഷ്ട്രീയം. കാരണം നമുക്കറിയാം ഇവിടെ തന്നെ കെജ്രിവാളിന്റെ അറസ്റ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രത്യക്ഷത്തിലൂടെ BJPക്ക് പങ്കില്ല, കേന്ദ്ര സർക്കാരിന് പങ്കില്ല എന്ന് പറയുമ്പോൾ പോലും സാഹചര്യങ്ങൾ തെളിവുമ്പോൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതുപോലെയാണ് ആൾക്കാർ ഇപ്പൊ ചിന്തിക്കുന്നത്. പണ്ടത്തെ പോലെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാം എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരെ വീണ്ടും പ്രചരിപ്പിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് പ്രചരിപ്പിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ തന്നെ ഇപ്പം ഒരു ചായക്കടയിലായപ്പോലും പുതിയ ചർച്ചകൾ വരുന്നുണ്ട്. അവർ ചർച്ചകളിലൂടെ അവർ തീരുമാനിക്കണം. അങ്ങനെയാണ് ഓരോ സംഭവങ്ങളും ഉണ്ടാകുന്നത്. അല്ലാണ്ട് പ്രചരണത്തിനൊക്കെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രചരിപ്പിച്ച ആൾക്കാരെ ബോധവാന്മാരാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ടേ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. അവരെ വലിയ വിവരമുള്ള രീതി നമ്മൾ പെരുമാറരുത്. അവർ നല്ല വിവരമുള്ളവർ തന്നെയാണ്.
ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊക്കെ ഇല്ലാത്തവരാണെന്ന് നാട്ടിൻപുറത്തെ കർഷകരൊക്കെ അവരൊക്കെ നല്ല ധാരണയുള്ളവരാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഈ മറ്റേ സർവേക്ക് പോയപ്പോൾ ഇലക്ഷൻ സർവേക്ക് പോയപ്പോൾ വളരെ പ്രായമുള്ള ചില അപ്പുമാരമ്മമാരൊക്കെ സംസാരിച്ചു. അവരൊക്കെ എന്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ ചിലയിടത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കാണുന്നവരാണ്. അവർ വീട്ടിൽ കൊച്ചു മക്കളെ കൊണ്ട് കാണിക്കുന്നു. അവർക്കൊന്നും പ്രവർത്തിപ്പിക്കാറുണ്ടെങ്കിൽ അവരൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ടെലിവിഷൻ ചാനൽ ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഏതായാലും കെജ്രിവാൾ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് അത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. ഒപ്പം ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വളരാനുള്ള ഒരു അവസരം ഒരുപക്ഷെ ഇതിലൂടെ ഉണ്ടാവും. ഇനി എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി കെജ്രിവാളിന്റെ പ്രചരണം, അതുപോലെ തന്നെ മോദി കെജ്രിവാൾ ഒരു ഡയറക്റ്റ് യുദ്ധമായിരിക്കും പ്രചരണ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഏതൊക്കെ രീതിയിലൊക്കെ കെജ്രിവാളിനെ അടിച്ചമർത്താൻ പറ്റും, അതായത് എങ്ങനെയൊക്കെ രീതിയിൽ കെജ്രിവാളിന് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും, അതൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ. എനിക്കൊന്ന് പത്രമാധ്യമങ്ങളെല്ലാം ഇനി കെജ്രിവാളിന് പുറകെ തന്നെയായിരിക്കും. നാഷണൽ വേൾഡ് പൊളിറ്റിക്സ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ജാമ്യം കിട്ടുന്ന ആളുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേതാവ് പറഞ്ഞത് ഇത് ഹനുമാന്റെ ഭക്തൻ ആണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ലേ. അപ്പോൾ ഒരു കുറച്ചൊരു മൃദുഹിന്ദുത്വ സമീപനമൊക്കെ ഒരു പക്ഷേ അവരും ചെയ്യുന്നുണ്ട്. അവർ കറക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. കുറച്ചുകൂടെ ഇവർ ശ്രീരാമനെ പറയും, മറ്റേ ഹനുമാൻ ചാലിസ അവരും പറയും നടത്തും. ഇപ്പൊ ഇത് എനിക്കൊന്ന് മോദി സർക്കാരിന്റെ പ്രചരണങ്ങളെല്ലാം ഒരു അലോപ്പതി മരുന്ന് പോലെയാണ്, ഇവരുടെ ഹോമിയോ പോലെയാണ്. പതുക്കെയൊക്കെ ആയിരിക്കും അങ്ങനത്തെ രീതിയാണ്. അതെ അതെ. അപ്പോൾ ഏതായാലും ഈ കെജ്രിവാളിന്റെ ഈ ഒരു വരവ് ഒരു വലിയ വരവായിരിക്കും. അത് സംശയിക്കേണ്ട അക്കാര്യത്തിൽ. നമ്മൾ അക്കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയത്തൊക്കെ നമ്മൾ ആം ആദ്മി പാർട്ടിക്കാരോ BJP വിരുദ്ധരോ ഒന്നും ആയിട്ടല്ല പറയുന്നത്. പക്ഷേ ഇത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അവിടെ കാര്യങ്ങൾ അതിൻ്റെ ഒരു സുതാര്യതയോടെ വേണം നടത്താൻ. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അമേരിക്കയും ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർ വേറെ ഏതൊക്കെ രാജ്യങ്ങൾ ഇടപെട്ടു, അവരെ അന്വേഷിച്ചു എന്നാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പലരും ഇവിടെ വിമർശിച്ചിരുന്നു. ഇവർക്ക് എന്തോന്ന് നമ്മുടെ ഇന്ത്യ വേറെ സ്വതന്ത്ര രാജ്യമാണ്, അതിലിടപെടാൻ ഇവന്മാർക്ക് എന്താണ് കാര്യം എന്നൊക്കെ നമ്മൾ അന്ന് പലരും ചോദിച്ചുവെങ്കിലും അത് സത്യമാണ്. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു ലോകത്തെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പിടിച്ച് ഇത്തരത്തിൽ ജയിലിടുക എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അവർ അന്വേഷിക്കും. അതല്ലാതെ ഇപ്പോൾ കെജ്രിവാൾ നിഷ്കളങ്കനും നിരപരാധിയും മാന്യനുമാണെന്നൊന്നും നമ്മൾ ദൂരദർശനം നമ്മളെ പറയുന്നത് നമുക്കറിയില്ല. ഈ മദ്യനയ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കിപ്പോഴും അറിയില്ല. അത് ഈ നാട്ടിലെ നിയമവും ബാക്കി പോലീസും അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് കെജ്രിവാൾ കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കണം എന്നാണ് എൻ്റെ ഉണ്ട്. അതാണ് അവർ കെജ്രിവാൾ ഒതുങ്ങരുത്, പിടിക്കുകയാണെങ്കിൽ എല്ലാവരും തൂത്തുകാരി പിടിക്കണമെന്നുള്ളിടത്താണ്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു വലിയ ഒരു മാറ്റം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഒരു വലിയ ഒരു വളരെ പ്രത്യേകതയുള്ള ദിനം എന്ന് തന്നെ പറയാം. കാരണം സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ ഒരു വലിയ തീരുമാനം വന്നിരിക്കുന്നത് അത് ഒരിക്കലും നമുക്ക് ചെറുതായി കാണാൻ കഴിയുകയില്ല. വളരെ വലിയൊരു വിധിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ പീഠം തന്നെ അത് നിർദ്ദേശിക്കുന്നു, അവർ ആവശ്യപ്പെടുന്നു. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല. ഇത് ഒരു പക്ഷേ ഈ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച്, ഇന്ത്യ മുന്നണിയൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ അവർക്ക് ശ്രമിച്ചാൽ അവർക്ക് വലിയൊരു കൊടുങ്കാറ്റാക്കി മാറ്റാൻ അവർക്ക് കഴിയും. അത് എത്രത്തോളം കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പിന്നെ ചിന്ത വരട്ടെ. പക്ഷേ എന്തായാലും ഈ ഒരു തീരുമാനം വന്നതോടുകൂടി തന്നെ ഇന്ത്യ മുന്നണിയിലെ നേരത്തെ പറഞ്ഞ മമത ഉൾപ്പെടെയുള്ള എല്ലാവരും തന്നെ അവർ വളരെ ആവേശകരത്തിലെ മുന്നിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് അവരെക്കൂടെ തോന്നി ഞങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാവരും വരുന്നതും. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായൊരു വിധി തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയൊക്കെ തന്നെ ഇതിനെ നാളെ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്കാരം.